ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ നമുക്ക് ഒന്നോ രണ്ടോ കേക്ക് ഓർഡേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒന്ന് രണ്ടെണ്ണല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് പതുക്കെ ചെയ്യാമെന്ന്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കുറച്ച് ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ ടെൻഷനാവും. അപ്പോൾ നമ്മുടെ ഈ ദിവസം അങ്ങനെയുള്ളൊരു ദിവസമാണ് കേട്ടോ. 2 കേക്ക് ഓർഡേഴ്സ് മാത്രമാണ് കേട്ടോ നമുക്ക് ഉണ്ടായിരുന്നത്. തലേദിവസം വൈകുന്നേരം ഒരു 6-7 മണി വരെ. പിന്നെ ഉള്ള ഓർഡേഴ്സ് മുഴുവൻ രാത്രി ലേറ്റായിട്ടൊക്കെ വന്ന ഓർഡേഴ്സായിരുന്നു കേട്ടോ. പിന്നെ രാവിലെയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസത്തെ കുറച്ച് കേക്കിൻ്റെ വിശേഷങ്ങളും ഡെക്കറേഷൻസൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക കേട്ടോ. പ്രീ ബുക്കിംഗ് ഉള്ള കേക്കിൻ്റെ സ്പഞ്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ആയപ്പോൾ പെട്ടെന്ന് ഒരു 4 ഓർഡേഴ്സാണ് കേട്ടോ രാത്രി വന്നത്. അപ്പോൾ പിന്നെ വേഗം സ്പഞ്ചുകളെല്ലാം ചെയ്തു വെച്ചു. നമ്മൾ മാക്സിമം സ്പഞ്ചുകൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ സ്പഞ്ചുകളൊക്കെ വേഗം ചെയ്ത് വെച്ചു കേട്ടോ. അതുപോലെ തന്നെ എല്ലാ കേക്കുകളും ഐസിങ്ങും ചെയ്തു വെച്ചു. അപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. നമ്മൾ ഓർഡേഴ്സ് വന്ന കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്യാതിപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കേക്കുകളും ക്രം കോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. രാവിലെ നേരത്തെ എഴുന്നേക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് കൊടുക്കേണ്ട കേക്ക് ഒരു 11 മണിക്ക് കൊടുക്കേണ്ട കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഫിനിഷിംഗ് കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഒരു ട്രെയിൻ തീമിലുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 4 മണിക്ക് എഴുന്നേറ്റിട്ട് ആ ട്രെയിനിൻ്റെ പുറകിൽ തന്നെ ആയിരുന്നു കേട്ടോ. നല്ല മഴയായതുകൊണ്ട് ട്രെയിന് ഫോണ്ടൻ വർക്ക് ചെയ്യാൻ കുറച്ച് റിസ്ക് ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് ഫിനിഷിംഗ് കോട്ട് ചെയ്ത് വെച്ചത്. ഇത് 2 kg നോർമൽ പിസ്ത കേക്കായിരുന്നു കേട്ടോ. ഞാനിതിൻ്റെ പുറകിൽ ബ്ലൂ കളർ ക്രീം വെച്ചിട്ടാണ് ഒന്ന് ഫിനിഷിംഗ് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ കേക്ക് ഞാൻ ഫിനിഷിംഗ് കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ഈ ഒരു ട്രെയിനാട്ടോ നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് കേക്കിലേക്ക് കുറച്ച് ഐറ്റംസും കൂടെ ഫോൺ ഡെക്കറേഷൻസ് ചെയ്തെടുക്കാനുണ്ട്. കുറച്ച് ട്രെയിനിൻ്റെ ഒരു ഗേജ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി ഞാൻ കുറച്ച് സ്ട്രിപ്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതേ കേക്ക് ഞാൻ പുറത്തോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഗ്രീൻ കളറിൽ ഒരു റൗണ്ട് സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലാണ് നമ്മൾ ഈ ഒരു ട്രെയിൻ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് കേക്കിൻ്റെ ബോർഡിൽ താഴ്ഭാഗത്തായിട്ട് റെയിൽ ഗേജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള ആ സ്ട്രിപ്സ് ഉണ്ടല്ലോ അത് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫോണ്ടൻറ്റ് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കേക്കിൻ്റെ ചുറ്റും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടണൽ പോലെ ഒരു ബ്ലാക്ക് കളർ ഫോണ്ടനിൽ ഒരു ടണൽ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചുറ്റും ഇതേപോലെ ഒരു ചെറിയ വർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലും ഒരു ചെറിയൊരു റെയിൽ ഗേജ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ മുകളിലായിട്ട് പേര് വെച്ച് കൊടുക്കുന്നുണ്ട്. റെഡ് കളർ ഫോണ്ടനിൽ ലെറ്റേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. അതുപോലെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. 4th ബർത്ത്ഡേ ആണ് പറഞ്ഞിട്ട് 4 കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗ്രാസ് മുകളിലും അതുപോലെ നമ്മൾ താഴെ റെയിലിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് റെഡ് കളർ ഫ്ലവേഴ്സും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറച്ച് താഴെയും ഗ്രാസുകൾ വരച്ച് കൊടുത്തിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ കേക്കിൻ്റെ വർക്ക് ഒരു ഇതൊന്ന് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കേക്ക് നമ്മളൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തൊരു 1/2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഇതൊരു ബർത്ത്ഡേ കേക്കൊന്നല്ല കേട്ടോ. വെറുതെ കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തൊരു കേക്കായിരുന്നു. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. മുകളിൽ ഇതേപോലെ ഒന്ന് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടു. അതുപോലെ തന്നെ താഴെ ഒരു ചെറിയ ബോർഡർ കൊടുത്തു കേട്ടോ. അതുപോലെ ഒന്ന് സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡിലൊരു ലൈൻസ് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് ഫ്ലവറാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഫ്ലവറും കൂടെ വരച്ചിട്ട് അതിൻ്റെ ടോപ്പിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ചൊരു നോസിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പരീക്ഷണം കൂടെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെറിയൊരു ഫ്ലവർ ചെയ്തെടുത്തിട്ട് കേട്ടോ. അത് ഇങ്ങനെ കേക്കിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതേ ഫോണ്ടനിൽ ചെയ്തെടുത്ത് കുറച്ച് ലീവ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പേരൊന്നും എഴുതണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ടിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മളൊരു 11:45 ആകുമ്പോൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കൂടുതൽ കേക്കുള്ള സമയത്ത് വേഗം കേക്കുകൾ ഡെലിവറി പോയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആവില്ലേ. കേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. ഒരു 10 മണിക്കൊക്കെ വിളിച്ചിട്ട് ഒരു 3 മണി 4 മണിക്കൊക്കെ തരാമെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കുകളുടെ ഇടയിൽ കൂടെ ചെയ്തായിരുന്നു. പിന്നെ വേഗം സ്പഞ്ചൊക്കെ കയറ്റി ഫിനിഷിംഗ് കോട്ട് ചെയ്തെടുത്ത് സിമ്പിളായിട്ടൊരു ഡിസൈൻ കൊടുത്തു കേട്ടോ. ഈ ഒരു കളർ കിട്ടിയിരിക്കുന്നത് നമ്മൾ ബ്ലൂവും അതുപോലെ തന്നെ റെഡും കൂടെ മിക്സ് ചെയ്ത് കിട്ടിയ ഒരു കളറാണ് കേട്ടോ. ഇപ്പോൾ ഈ സൈഡിൽ ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്യാനായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മുകളിൽ നമ്മൾ ആ ഡിസൈൻ കൊടുത്തത് കൊണ്ട് സ്ക്രാപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വെറുതെ സൈഡിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. താഴെ നമ്മളൊരു ബോർഡറും കൂടെ കൊടുത്തു കേട്ടോ. എന്നിട്ട് ഈ ഒരു കേക്കും കൂടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള കേക്കുകൾ നമുക്ക് ഈവനിങ് കൊടുക്കാനുള്ള കേട്ടോ. അതുകൊണ്ട് തിരക്ക് പിടിച്ച് ചെയ്യേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ ഓരോന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇത് 1 kgയുടെ നട്ടി ബബിൾ ഫ്ലേവറിലുള്ള കേക്കാണ് കേട്ടോ. ഹാഫ് ബർത്ത്ഡേയുടെ കേക്കാണ്. അപ്പോൾ ഞാനിവിടെ 2 ലെയറായിട്ട് 8 ഇഞ്ചിൻ്റെ മോൾഡിൽ ബേക്ക് ചെയ്തിട്ട് 2 ലെയറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കതിൻ്റെ സെൻറ്ററിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു ബേസിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹാഫ് ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്കിൻ്റെ ഹാഫ് പോർഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ആ ഒരു ലെയറിലേക്ക് മിൽക്ക് മെയ്ഡ്, ബദാം, കാഷ്യൂ, അതുപോലെ ചോക്കോ ചിപ്സും ബൂസ്റ്റെല്ലാം കൊണ്ടിട്ട് ഫില്ലിങ്സൊക്കെ കൊടുത്തിട്ട് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ ഫ്രിഡ്ജിനകത്ത് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഫിനിഷിംഗ് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്തൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പുറത്തെടുത്തതിന് ശേഷം ബ്ലൂ കളർ ക്രീം വെച്ചിട്ട് ഒന്ന് ഫിനിഷിംഗ് കോട്ടും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഹെവി ഡിസൈൻസ് ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് തന്നെയാണ്. ഇതേപോലെ ഡ്രിപ്പിംഗ് ഡിസൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് അതുപോലെ വിപ്പിംഗ് ക്രീമും കൂടെ 1:1 റേഷ്യോയിൽ മിക്സ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഒരു ചെറിയ പോർഷൻ ഗ്യാപ്പ് ഇടുന്നുണ്ട്. അവിടെ ഒരു പിക്ചർ വെച്ച് കൊടുക്കാനുണ്ട് നമുക്ക്. ബേബി ബോയ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ബോയുടെ ഒരു ചെറിയ പിക്ചർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സൈഡിലായിട്ട്. ഇനി നമ്മൾ ഷെൽ നോസിൽ വെച്ചിട്ട് മുകളിൽ ചെറിയൊരു ഡെക്കറേഷനും കൂടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ താഴെ ബോർഡിലും ചുറ്റും ബോർഡറായിട്ട് ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ചെറിയ ബോർഡറും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഷുഗർ ബോൾസും അതുപോലെ തന്നെ കുറച്ച് ബട്ടൺ പോലെ ഫോണ്ടൻറ്റിലും ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴെ ബോർഡിൽ പേര് ഫോണ്ടൻറ്റിലൊന്ന് എഴുതിയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഈ ഒരു വർക്കും കൂടെ ഫിനിഷ് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് 1 kgയുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. കുറച്ച് ഹൈറ്റിൽ ചെയ്യാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 6 ഇഞ്ചിൻ്റെ മോൾഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കേക്കൊന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് സെറ്റ് ആയതിനു ശേഷം ഞാൻ എടുത്തത് ഫിനിഷിംഗ് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതോടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു പേർപ്പിൾ കളറിൽ, ലൈറ്റ് പേർപ്പിൾ കളറിൽ ഒരു ഡിസൈൻ ആട്ടോ കൊടുക്കുന്നത്. ഇങ്ങനെ 2 സൈഡിലും ഇതേപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനിത് ചെയ്തെടുക്കാൻ ഇത്തിരി മെനക്കെട്ടു കേട്ടോ. പെട്ടെന്ന് നമ്മൾ സെറ്റായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ എഡ്ജിലൂടെ ഷുഗർ ബോൾസ്, വൈറ്റ് ഷുഗർ ബോൾസും അതുപോലെ ഗോൾഡൻ ഷുഗർ ബോൾസും ചെറിയ ഷുഗർ ബോൾസൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ബോർഡർ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ ഷുഗർ ബോൾസ് വയ്ക്കുമ്പോൾ സ്പ്രെഡായി പോകാനുള്ള സാധ്യതയുണ്ട്. വലുതാകുമ്പോൾ നമുക്ക് പ്ലക്കർ വെച്ചിട്ടൊക്കെ വയ്ക്കാം. ചെറിയ ഷുഗർ ബോൾസ് ആകുമ്പോൾ നമുക്ക് ഇതേപോലെ ലൈൻസിൽ വെച്ച് കൊടുക്കാം. ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് നമുക്ക് കുറച്ച് വെള്ളം വേണം. പിന്നെ നമുക്ക് ഷുഗർ ബോൾസ് എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ വിരൽ കൊണ്ടോ അല്ലെങ്കിൽ ബഡ്സ് കൊണ്ടോ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ആദ്യം ടച്ച് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഷുഗർ ബോൾസ് എടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കേണ്ടത് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എവിടേക്കും സ്പ്രെഡ് ആവാതെ കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ അങ്ങനെ കേക്കിൽ ആ ഒരു എഡ്ജ് വന്ന ഭാഗത്തൊക്കെ ഒന്ന് ഷുഗർ ബോൾസ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കേക്കിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ട് ഒരു ടോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ പറഞ്ഞ ആ ഒരു ടൈപ്പ് ടോപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ മുകളിലായിട്ടോ ഞാൻ പേര് എഴുതി വെച്ച് കൊടുക്കുന്നത്. ഫോണ്ടനിലാണ് ചെയ്ത് വെച്ചത്. 2 ഫോക്സ് ബോൾസും കൂടെ വെച്ചിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു കേട്ടോ. അടുത്ത ഒരു 1 kgയുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. ഇതൊക്കെ ഒരുമിച്ച് ഡെലിവറി ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ വേഗം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്ത്. ആദ്യം കേക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം സൈഡിൽ സ്ക്രാപ്പറിലൊരു ഡിസൈൻ കൊടുത്തു കേട്ടോ. എന്നിട്ട് മുകളിൽ ഇതേപോലെ പേൾ പോലെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ലീവ്സാണ് വരച്ച് കൊടുക്കുന്നത്. ഗ്രീൻ കളറിൽ ലീവ്സ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴെ പേൾ വർക്കിൽ ഒരു ബോർഡറും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ വൈറ്റ് കളർ ക്രീം വെച്ചിട്ട് ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ലീവ്സിൻ്റെയൊക്കെ ഇടയിലൂടെ. പിന്നെ ഇത് നമ്മൾ പേരും കൂടെ ഒന്ന് എഴുതി കൊടുത്തിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ടാണ് പേര് എഴുതി കൊടുത്തിരിക്കുന്നത്. അടുത്ത് നമുക്കൊരു 1 kgയുടെ വാഞ്ചോ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് രാവിലെ വന്നൊരു ഓർഡർ ആയിരുന്നു. വൈകുന്നേരം ഒരു 6 മണിക്കൊക്കെ ആയിരുന്നു കേട്ടോ കൊടുക്കാനുണ്ടായിരുന്നത്. അതും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്കുള്ള 2 കേക്കുകൾ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡെലിവറി കഴിഞ്ഞ ശേഷം ഞാൻ ഇതും കൂടെ ഒന്ന് വേഗം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു 1/2 kgയുടെ കേക്കാണ്. ഡ്രസ്സിൻ്റെ കളറും അതുപോലെ തന്നെ ഒരു ഡിസൈനും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഡ്രസ്സിൻ്റെ കളർ ഭയങ്കര ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഒരു റെയിൻബോയുടെ ടോപ്പറല്ല, റെയിൻബോ ടോപ്പേഴ്സ് വെച്ചിരിക്കുകയായിരുന്നു. എൻ്റെ കയ്യിൽ ആ ഒരു സാധനം സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഫോണ്ടനിൽ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതും ഒത്തിരി ചെറുതായതുകൊണ്ട് ഇതേപോലെ നമ്മുടെ കയ്യിലൊരു പേപ്പർ ടോപ്പർ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് വൈറ്റിൽ കുഞ്ഞു കുഞ്ഞ് ഡോട്ട്സും ഹേർട്സൊക്കെ ചുറ്റും വരച്ചു കൊടുത്തു. പേര്
ഗണേഷിലാണ് കേട്ടോ എഴുതി കൊടുത്തത്. ആ കേക്കും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഒരു കേക്കും കൂടെ ഓർഡർ ഉണ്ടായിരുന്നു. അത് രാത്രി 12 മണിക്ക് കട്ട് ചെയ്യാനുള്ള കേക്കാണ്. അതൊരു ½ kg റെഡ് വെൽവെറ്റ് ആട്ടോ. ആ കേക്കും കൂടെ ഒന്ന് വേഗം ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കേക്കിൻ്റെ ഓർഡർ മാത്രമാണ് പ്രീ ബുക്കിംഗ് ആയിട്ട് നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് അന്നത്തെ ദിവസം അതുപോലെ തലേദിവസം രാത്രിയൊക്കെ വന്ന ഓർഡേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കേക്ക് മാത്രം ഉണ്ടായിരുന്നു നമുക്ക് ഇന്ന് രാത്രി 9-10 മണി വരെ ഡെലിവറി തന്നെയായിരുന്നു കേട്ടോ പണി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ്.